ഒരു ഭക്തന്റെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നു. ഒരു ഭക്തൻ ശക്തിപ്പെടുന്നതും ബലപ്പെടുന്നതും പ്രാർത്ഥനയാലാണ്. ഒരുവന് ജ്ഞാനം ലഭിക്കുന്നത് ദൈവഭക്തിയിൽ നിന്നാണ്. ഇയ്യോബ് ഈ കാര്യം ഇയ്യോബിന്റെ പുസ്തകം 29-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇയ്യോബ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്നാൽ ജ്ഞാനം എവിടെ കണ്ടുകിട്ടും? വിവേകത്തിന്റെ ഉത്ഭവസ്ഥാനം എവിടെ? ഇയ്യോബ് 28-ന്റെ 12 ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ ഇയ്യോബ് ഈ അധ്യായത്തിൽ ഒരു യാത്ര നടത്തുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബ് എന്നിട്ട് പറയുകയാണ്, തങ്കം കൊടുത്താലോ വെള്ളി തൂക്കിക്കൊടുത്താലോ ജ്ഞാനം ലഭിക്കുകയില്ല. പൊന്നോ ഗോമേതകമോ നീലരത്നമോ സ്വർണമോ സ്ഫടികമോ വില കൂടിയ മുത്തുകളോ പുഷ്യരാഗമോ തങ്കമോ ജ്ഞാനത്തോട് ഒക്കുകയില്ല. പിന്നെ ജ്ഞാനം വരുന്നത് എവിടെ നിന്നാണ് എന്ന് ഇയ്യോബ് ചോദിക്കുന്നു. അതിൻ്റെ ഉത്തരവും ഇയ്യോബ് തന്നെ തരുന്നുണ്ട്. ജ്ഞാനവും വിവേകവും എങ്ങനെ ലഭിക്കുന്നു എന്ന് 28-ാം അധ്യായം അവസാനിക്കുന്നത് പറഞ്ഞുകൊണ്ടാണ്. കർത്താവിനോടുള്ള ഭക്തി തന്നെ ജ്ഞാനം, ദോഷമകന്ന് നടക്കുന്നത് തന്നെ വിവേകം എന്ന് അവൻ മനുഷ്യരോട് പറഞ്ഞു. ഇയ്യോബ് 28-ന്റെ 28. എത്ര പരമാർത്ഥമായ സത്യം! ഭക്തിയാണ് ജ്ഞാനം. യഹോവയോട് ഭക്തിയുള്ള ശലോമോൻ പ്രാർത്ഥിച്ച് ജ്ഞാനത്തിന്റെ വരം നേടി. ഒരു ഭക്തനെ ബലവത്താക്കുന്നതും ശക്തീകരിക്കുന്നതും അവന്റെ പ്രാർത്ഥനയാണ്. ഒരു ഭക്തന്റെ ശക്തി എന്നത് ഉയരത്തിൽ നിന്നും അഥവാ സ്വർഗത്തിൽ നിന്നും വരുന്ന ശക്തിയാണ്. പരിശുദ്ധാത്മാവാണ് ആ ശക്തിയുടെ ഉറവിടം. ഏറ്റവും വലിയ ശക്തൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്നവനും ദൈവസന്നിധിയിൽ സമയം ചിലവിടുന്നവനുമാണ്. ദാവീദ് കാട്ടിൽ അലഞ്ഞു നടക്കുമ്പോഴും യഹോവ എൻ്റെ ഇടയനാകുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചു. ദൈവത്തോടു കൂടെ ദാവീദ് സമയം ചിലവിട്ടതിനാൽ അവൻ ശക്തനായി. ഗോലിയാത്ത് എന്ന മല്ലനെ മലർത്തിയടിച്ചത് ശാരീരിക ബലത്താലല്ല, ആത്മീയ ശക്തിയാലാണ്. ഏലിയാവ് പ്രാർത്ഥനയിൽ വീരനായിരുന്നു. അതിനാൽ ആത്മശക്തി കൊണ്ട് തൻ്റെ വാക്കിനാൽ ആകാശത്തെ മൂടിക്കെട്ടുവാനും മഴ പെയ്യിക്കാനും ഏലിയാവിന് കഴിഞ്ഞു. എല്ലാ കാലത്തും തൻ്റെ ഭക്തരെ ദൈവം തൻ്റെ കരങ്ങളിൽ എടുത്ത് ഉപയോഗിക്കുന്നു. ബാലിൻ്റെയും അശേരയുടെയും 850 പ്രവാചകന്മാരെ കാലപുരിക്ക് അയക്കുവാൻ ഏലിയാവിന് ബലം കിട്ടിയത് ആത്മാവിൻ്റെ ശക്തിയാലാണ്. യഥാർത്ഥ ഭക്തൻ പണിപ്പെടുന്നത് ഉറപ്പുള്ള പാറയിലാണ്. ഏത് കാറ്റ് അഞ്ഞടിച്ചാലും അവൻ വീണു പോകുകയില്ല. എന്താണ് യഥാർത്ഥ ഭക്തി എന്ന് യാക്കോബ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ഒരുവൻ തൻ്റെ നാവിനെ കടിഞ്ഞാണിടാതെ തൻ്റെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനെന്ന് നിരൂപിച്ചാൽ അവൻ്റെ ഭക്തി വ്യർത്ഥം അത്രേ. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 26-27 നാവിന്റെ നിയന്ത്രണം ഒരു ഭക്തന്റെ അടയാളമാണ്. മനസ്സലിവും സ്നേഹവും വിശുദ്ധിയും ഭക്തന്റെ ലക്ഷണമാണ്. ഒരു ഭക്തൻ ദൈവസനിൽ പ്രാർത്ഥിച്ചാൽ ദൈവം അതിന് ഉത്തരമരുളും. ഭക്തനായ യബ്ബേസ് ദൈവത്തോട് 4 കാര്യങ്ങൾ അപേക്ഷിച്ചു. യബ്ബേസ് ഇസ്രായേലിന്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എൻ്റെ അത് വിസ്താരമാക്കുകയും നിന്റെ കൈ എന്നോടുകൂടെ ഇരുന്ന് അനർത്ഥം എനിക്ക് വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളാമായിരുന്നു എന്ന് അപേക്ഷിച്ചു. അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം 10 അവന്റെ അമ്മ അവനെ വ്യസനത്തോടെ പ്രസവിച്ചു. അവന് യബ്ബേസ് അഥവാ വ്യസനപുത്രൻ എന്ന പേരിട്ടു. ബാല്യം മുതൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. അതിനാൽ അവൻ 4 കാര്യങ്ങൾക്കായി ദൈവത്തോട് അപേക്ഷിച്ചു. 1,
നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിക്കണം. 2, എൻ്റെ അതിർ വിസ്താരമാക്കണം. 3, നിന്റെ കൈ എന്നോട് കൂടെ ഇരിക്കണം. 4, അനർത്ഥം വ്യസന കാരണമാകാതെ എന്നെ കാക്കണം. എത്ര മനോഹരമായ ഒരു പ്രാർത്ഥന! അവൻ അപേക്ഷിച്ചതിനെ ദൈവം അവന് നൽകി. ഒരു ഭക്തന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. ഒരു കാരാഗ്രഹത്തിനും ദൈവഭക്തന്മാരെ അടക്കി നിർത്തുവാൻ കഴിയുകയില്ല. അവർക്ക് രാജാവിന്റെ കൽപ്പനകളെ നിർവീര്യമാക്കുവാൻ കഴിയും. സിംഹത്തിന്റെ വായടയ്ക്കുവാൻ കഴിയും. ഏത് വാളിനും കുന്തത്തിനും വെല്ലുവിളിക്കും തൂക്കുകയറിന് മുൻപിൽ പതറാതെ നിൽക്കുവാൻ കഴിയും. കർത്താവിൻ്റെ വീര പോരാളികളായി സധൈര്യം പീഡകൾ അനുഭവിച്ച് ജീവനെ ത്യജിച്ചവരല്ലേ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 11 പേരും? ഇവരെല്ലാം ശക്തരാക്കിയത് കർത്താവുമായുള്ള സംസർഗമാണ്, ഭക്തിയാണ്. ഏത് സാഹചര്യത്തിലും കർത്താവിനോടുള്ള ഭക്തി മുറുകെ പിടിക്കാം. നീ എല്ലായ്പ്പോഴും യഹോവ ഭക്തിയോടിരിക്കുക. ഒരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നിന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. സദൃശവാക്യങ്ങൾ 23:17-18 വചനങ്ങൾ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com